ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ. അപ്പൊ മക്കളെ, നമ്മുടെ കേരളത്തിന്റെ ഫിസിയോഗ്രഫി, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്കറിയാം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ എന്നിങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും എത്രയാണ്? 75 മീറ്റർ ഉയരത്തിലാണ് ഹൈലാൻഡ് ഉള്ളത്. അതുപോലെ ഇവിടെ കംപ്ലീറ്റ് എന്താണ്? നല്ല പച്ചപ്പ്, ഗ്രീനറി ആയിരിക്കും. അതുപോലെ എന്താണ്? നല്ല റെയിൻഫോൾ അല്ലെ, നല്ല റെയിൻഫോള്, ഫുൾ ഓഫ് ഗ്രീനറി ആണ്. മെയിൻ ആയിട്ട് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? യെസ്, ഹില്ല്, മൗണ്ടെയിൻസ്, പീക്കില്, അതായത് മലകള്, പർവ്വതകള്, കുന്നുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫിസിയോഗ്രഫിയാണ് നമ്മുടെ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങൾ, ഓക്കെ, ഉയർന്നതൊക്കെ. ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ അല്ലേ, ഉയർന്നതല്ലേ. അപ്പൊ എന്താണ്? അതുപോലെ നമ്മുടെ 44 നദികളും ഒറിജിൻ ചെയ്യുന്നത് ഹൈലാൻഡിൽ വെച്ചാണ്. മറ്റൊന്ന് മിഡ്ലാൻഡ്. മിഡ്ലാൻഡ് എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയന്റെയും ഹൈലാൻഡിന്റെയും ഇടയിലാണെന്ന് നമ്മുടെ മിഡ്ലാൻഡിന്റെ സ്ഥാനം. ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ ഉയരത്തിലാണ് എന്താ നമ്മുടെ മിഡ്ലാൻഡ് ഉണ്ടാവുക. ഈ മിഡ്ലാൻഡിൽ എന്തൊക്കെയുണ്ട്? യെസ്, അവിടെ ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളൊക്കെയാണെന്ന് മിഡ്ലാൻഡിന്റെ പ്രത്യേകത. അതുപോലെ ലാസ്റ്റ് നമ്മുടെ എന്താണ്? കിഴക്ക് ഭാഗത്തുള്ളതാണ് കോസ്റ്റൽ ഏരിയ അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും എന്താണ് കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. തീരപ്രദേശം എന്താണ്? ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് എന്താ? കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തീരപ്രദേശമാണ് കേട്ടോ. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരത്തിലാണുള്ളത്. അപ്പൊ ഈ മൂന്നെണ്ണം കേട്ടോ, നമ്മുടെ കേരളത്തിന്റെ ഫിസിയോഗ്രഫി, ഈ മൂന്നെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. ബൈ ഗൈസ്.